എല്ലാവർക്കും തിങ്ക് ടോണിക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 4th സ്റ്റാൻഡേർഡിന്റെ ബേസിക് സയൻസിന്റെ EVSന്റെ ക്വസ്റ്റ്യൻ മോഡൽസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഓണം എക്സാം മോഡൽസ് ക്വസ്റ്റ്യൻ ആണ്, ഓണം എക്സാം ആണ്, എല്ലാവരും നല്ല രീതിയിൽ എഴുതുക. ഓക്കെ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ 5 പ്രവർത്തനങ്ങളാണ് ഉള്ളത്. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 5 ആക്ടിവിറ്റീസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തേന് 2 ഓപ്ഷൻ ഉണ്ട്, ഒരു എക്സ്ട്രാ ഒന്നുകൂടെ ഉണ്ട്. അതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. പിന്നെ 2, 3, 4 അഞ്ചാമത്തതും അതുപോലെ വന്നിട്ട് 2 ഓപ്ഷൻ ഉണ്ട്. അതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അങ്ങനെ മൊത്തത്തിൽ 5 പ്രവർത്തനമാണ് നമുക്ക് എഴുതാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ്, വ്യത്യസ്തമായിട്ടുള്ള പ്ലാന്റ്സുകളെ കുറിച്ചാണ് പറയുന്നത്. വിനു ആൻഡ് ഫ്രണ്ട്സ് ആർ പ്രിപ്പയറിംഗ് എ മാഗസീൻ ഓൺ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ്. കളർ ദ ബബിൾ ഇൻസൈഡ് ദ പിക്ചർ ബേസ്ഡ് ഓൺ ദെയർ ഹാബിറ്ററ്റ്. യൂസ് റെഡ് കളർ ഇൻ ഫോർ സെറോഫൈറ്റ്സ് ആൻഡ് ബ്ലൂ കളർ ഫോർ അക്വാറ്റിക് പ്ലാന്റ്സ്. അപ്പോൾ വ്യത്യസ്ത തരം സസ്യങ്ങളുടെ ചിത്രങ്ങൾ ഒട്ടിച്ച ഒരു പതിപ്പ് നിർമ്മിക്കുകയാണ് വിനുവും കൂട്ടുകാരും. ഇവ എവിടെ കാണപ്പെടുന്നു എന്നതിനനുസരിച്ച് ചിത്രത്തിനുള്ളിൽ നൽകിയിരിക്കുന്ന വൃത്തത്തിന് നിറം നൽകുക. മരുരൂഹങ്ങൾക്ക് ചുവപ്പ് നിറവും ജലസസ്യങ്ങൾക്ക് നീല നിറവും നൽകണം. ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഡെസർട്ടിൽ വരുന്ന പ്ലാന്റ്സിന് എന്തോന്ന് നിറം? റെഡ് കളറും. അക്വാട്ടിക് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? വെള്ളത്തിൽ കാണുന്ന പ്ലാന്റ്സിന് ബ്ലൂ കളേഴ്സുമാണ് പറഞ്ഞിരിക്കുന്നത്. സീറോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ഡെസർട്ടിൽ കാണുന്ന പ്ലാന്റ്സിനാണ് സീറോഫൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തേത് ഏത് വരും? നമുക്ക് റെഡ് കളർ കൊടുക്കാം. ഇത് ഏതിൽ വരുന്നതാണ്? സെറോഫൈറ്റ്സിൽ വരുന്നതാണ്. രണ്ടാമത്തേത് ഏതാണ് വന്നിരിക്കുന്നത്? അക്വാട്ടിക് പ്ലാന്റ്സ് ആണ്, വെള്ളത്തിൽ കാണുന്നതാണ്. ലോട്ടസ് എന്ന് പറയുന്നത് വെള്ളത്തിൽ കാണുന്നതല്ലേ, അതിന് ബ്ലൂ കളർ കൊടുക്കാം. അപ്പോൾ അടുത്തത് ഒരു പ്ലാന്റ് കൊടുത്തിരിക്കുന്നത് ഇത് എവിടെ കാണുന്നതാണ്? ഡെസർട്ട് ഏരിയയിൽ കാണുന്നതാണ്, അതായത് സീറോഫൈറ്റ്സിൽ വരുന്നതാണ്. സെറോഫൈറ്റ്സിൽ വരുന്നതിന് എന്തോന്ന് കളറാണ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്? റെഡ് കളറാണ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തതും മൂന്നാമത്തതും ഏതിൽ വരുന്നതാണ്? സെറോഫൈറ്റ്സിൽ വരുന്നതാണ്. രണ്ടാമത്തത് അക്വാട്ടിക് പ്ലാന്റ്സിൽ വരെയാണ്. അടുത്ത് നോക്കുക, അടുത്തതുണ്ട്. ഇത് വാട്ടർ ലില്ലി അക്വാട്ടിക് പ്ലാന്റ്സിൽ വരുന്നതാണ്. അടുത്തതാ ഇത് എന്തോന്നാണ്? സെറോഫൈറ്റ്സിൽ ഡെസർട്ട് ഏരിയയിൽ വരുന്നതാണ്. ഇത് അക്വാട്ടിക് പ്ലാന്റ്സിൽ വരുന്നതാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തത് അവസാനത്തത് അക്വാട്ടിക് പ്ലാന്റ്സിൽ വരുന്നത്, ഒന്ന് മാത്രം സെറോഫൈറ്റ്സിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? സെറോഫൈറ്റ്സിൽ വരുന്നതെല്ലാം റെഡ് കളർ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു. അക്വാട്ടിക് പ്ലാന്റ്സ്, വാട്ടറിൽ കാണുന്ന പ്ലാന്റ്സിനെല്ലാം ബ്ലൂ കളർ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ പ്രവർത്തനം നിങ്ങൾക്ക് ക്ലിയർ ആയോ? നോക്കാം. അടുത്തത് ഒന്നാമത്തെ ഇതിൽ ആദ്യത്തേതായിരുന്നു. അടുത്ത ഇതിൽ ഫിഷസ് ഹാവ് എ ബോഡി ഷേപ്പ് സ്യൂട്ടബിൾ ഫോർ മൂവിങ് ഇൻ വാട്ടർ. നമുക്കറിയാം ഫിഷസിന് എന്തോന്ന്, മത്സ്യങ്ങൾക്ക് ജലത്തിലൂടെ സഞ്ചരിക്കാൻ അനുയോജ്യമായ ഒരു ശരീരഘടനയാണ് ഉള്ളത്. അങ്ങനെയെങ്കിൽ ഫ്രം ദ ടേംസ് ഗിവൺ ബിലോ സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ റിലേറ്റഡ് ടു മൂവ്മെന്റ് ഓഫ് എ ഫിഷ് ഇൻ വാട്ടർ. താഴെ പറയുന്നവയിൽ നിന്ന് മത്സ്യത്തിന്റെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതാണെന്ന് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ 1, 2, 3, 4 തന്നിട്ടുണ്ട്. അതിൽ ഓപ്ഷൻ തന്നിട്ടുള്ളത് ABCD. ഇതിൽ ഏതാണ് ശരിയാണെന്നുള്ളതാണ് എഴുതാനുള്ളത്. ആദ്യത്തെ ഷേപ്പ് ഓഫ് ഫിഷ് ടെയിൽ ഫിൻ, ശരിയായിട്ടുള്ളതാണ് നമ്മളടുത്ത് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഗിൽ കളർ. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് സീ വാട്ടർ റിവർ വാട്ടർ. നാലാമത്തെ സ്ലിപ്പറി ബോഡി ഫിൻസ്, മത്സ്യങ്ങളുടെ ആകൃതി വാൽച്ചിറക്. രണ്ടാമത്തേത് ചെകിളപ്പൂക്കൾ നിറം. മൂന്നാമത്തേത് കടൽ ജലം പുഴവെള്ളം. നാലാമത്തെ വഴുവഴുപ്പുള്ള ശരീരം ചിറകുകൾ. അപ്പോൾ മത്സ്യത്തിന് വെള്ളത്തിലൂടെ നടക്കുന്നതിന് എന്തോന്നാണ്? അതിൻ്റെ ഒരു ആകൃതി ഉണ്ട് അല്ലേ? മത്സ്യത്തിന്റെ ആകൃതിയും അതിൻ്റെ വാൽച്ചിറകും അതിന് വെള്ളത്തിൽ കൂടെ നടക്കാൻ സഹായിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏതായിരിക്കും വരുന്നത്? ഒന്നാമത്തതല്ലേ വരുന്നത്? ഒന്നാമത്തത് ഇതിൽ ഏതാണ് പറഞ്ഞിരിക്കുന്നത്? എയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഒള്ളി എന്ന് പറഞ്ഞിട്ടുള്ള ഒന്ന് മാത്രം എന്ന് പറഞ്ഞിരിക്കുന്ന ആൻസർ ഏതാണ്? എ. അപ്പോൾ ഏതാണ് എഴുതേണ്ടത്? എ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലെ ബി ക്വസ്റ്റ്യൻ ആണ് ഇത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ഏതാണ്? സി ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഔട്ട് ദ ഓഡ് ഓൺ ആൻഡ് റൈറ്റ് ഇൻ ദ ബോക്സ് ഗിവൺ ബിലോ. കൊടുത്തിട്ടുള്ളതിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണെന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ തന്നിട്ടുണ്ട്? ഫോറസ്റ്റ്, പോണ്ട്, സീ, ഡെസർട്ട്.
ഏതൊക്കെ? വനം, കുളം, കടൽ, മരുഭൂമി. ഇതിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? പോണ്ട്. എന്തുകൊണ്ടാണ്? അതേഴ്സ് ആർ ലാർജ് എക്കോസിസ്റ്റം. പോണ്ട് എന്ന് പറയുന്നത് സ്മാൾ എക്കോസിസ്റ്റത്തിൽ വരുന്നതാണ്. മറ്റേത് ലാർജ് എക്കോസിസ്റ്റം, വലിയ ആവാസ വ്യവസ്ഥയിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് ആയി. ഓക്കെ, ഒന്നാമത്തെ പ്രവർത്തനത്തിൽ 3 ക്വസ്റ്റ്യൻസ് ആയി. ഞാൻ പറഞ്ഞില്ലേ, ഒന്നാമത്തെ ആക്ടിവിറ്റിയിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എഴുതിയാൽ മതി. അതിൽ രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ്, ഒന്നാമത്തതിലെ ബി ആക്ടിവിറ്റിയാണ് അടുത്തത്. നോക്ക്, ഡിഫറെന്റ് ഓർഗാനിസം ഹാവ് ബോഡി ഫീച്ചേഴ്സ് ദാറ്റ് ഹെൽപ്പ് ദം ടു സർവൈവ് ഇൻ ദെയർ സ്പെസിഫിക് എൻവയോൺമെന്റ്. നോട്ടീസ് ഡൗൺ ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഫോളോയിങ് ആനിമൽസ് ദാറ്റ് എനേബിൾ ദം ടു ലീവ് ഇൻ ദെയർ സ്പെസിഫിക് എൻവയോൺമെന്റ്. എന്തോന്നാണ് പറഞ്ഞിരിക്കുന്നത്? വ്യത്യസ്ത തരം ജീവികൾക്ക് അവയുടെ സാഹചര്യങ്ങൾ ജീവിക്കുന്നതിന് അനുയോജ്യമായ ശരീരഘടനയുണ്ട്. താഴെ നൽകിയിരിക്കുന്ന ജീവികൾക്ക് അവ ജീവിക്കുന്ന ഇടങ്ങളിൽ അനുയോജ്യമായ ശാരീരിക സവിശേഷതകൾ എന്തെല്ലാമെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആരുടെയൊക്കെ പടം തന്നിട്ടുണ്ട്? ക്യാമലിൻ്റെയും തന്നിട്ടുണ്ട്, ഫിഷിൻ്റെയും തന്നിട്ടുണ്ട്, ഒട്ടകത്തിൻ്റെയും മീനിൻ്റെയും തന്നിട്ടുണ്ട്. ഓരോ ജീവജാലങ്ങൾക്ക് അവയ്ക്ക് ജീവിക്കുന്ന സാഹചര്യത്തിനനുസരിച്ച് ഉള്ള ശരീരഘടനയാണ് ഉള്ളത്. അപ്പോൾ ഒട്ടകത്തിൻ്റെ പ്രത്യേകത എന്തോന്നാണ്? ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ ജീവിക്കാൻ അതിൻ്റെ മുതുകിലുള്ള കൊഴുപ്പ് സഹായിക്കുന്നു. പിന്നെ മണലിൽ പുതഞ്ഞു പോകാത്ത തരത്തിലുള്ള പരന്ന പാദങ്ങളാണ് ആർക്കുള്ളത്? ഒട്ടകത്തിന് ഉള്ളത്. അങ്ങനെ ഫിഷിന്റെ കാര്യത്തിൽ എന്താ പറയാം? ശാരീരിക ആകൃതി, ചിറകുകൾ, വാൽച്ചിറക്, ചെതുമ്പലുകളുടെ ക്രമീകരണം, വഴുവഴുപ്പുള്ള സ്വഭാവം എന്നിവ മത്സ്യങ്ങളെ വെള്ളത്തിലൂടെ സഞ്ചരിക്കാൻ സഹായിക്കുന്നു. മത്സ്യങ്ങൾ ചെകിളപ്പൂക്കളുടെ സഹായത്തോടെയാണ് ശ്വസിക്കുന്നത്. അതിന് ആ വെള്ളത്തിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രത്യേകതയുണ്ട്. അതേ കണക്ക് ഒട്ടകത്തിന് മരുഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ശാരീരിക പ്രകൃതിയാണ് ഉള്ളത്. ഓക്കെ, അത് എന്താ പറയാം? ക്യാമലിന് എബിലിറ്റി ടു സ്റ്റോർ വാട്ടർ, എബിലിറ്റി ടു റെഗുലേറ്റ് ബോഡി ടെമ്പറേച്ചർ, ഫാറ്റ് ഇൻ ഹാം ഫോർ എനർജി, തിക്ക് ഫർ ടു പ്രൊട്ടക്ട് ഫ്രം ഹീറ്റ്, വാഡ് ഫീറ്റ് ടു വാക്ക് ഓൺ സാൻഡ്. ഇനി ഫിഷിന്റെ കാര്യമാണെങ്കിൽ പറയാം, എന്താ പറയാം? എ ബോർഡ് ലൈക്ക് ഷേപ്പ് ഹെൽപ്സ് ഫിഷ് മൂവ് through water. Fins help them swim. A slimy body helps them glide. Gills help them breathe in water. Tightly arranged scales protect them from heat and cold. Eyes on both sides of the head give them a wider view. ഓക്കെ, അത് രണ്ടും ക്ലിയർ ആയോ? മലയാളത്തിലും ഇംഗ്ലീഷിലും പറഞ്ഞിട്ടുണ്ട്. അതിൽ അടുത്ത് ബി ഓപ്ഷൻ, അതിൻ്റെ രണ്ടാമത്തെ എയിലെ രണ്ടാമത്തെ ആക്ടിവിറ്റിയിലെ രണ്ടാമത്തെ ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്, ബി. ഒബ്സർവ് ദ സിറ്റുവേഷൻസ് ഇൻ ദ ഫോളോയിങ് പിക്ചേഴ്സ് ഫ്രം ലിസ്റ്റ് ഔട്ട് ദ ഹാംഫുൾ എഫക്ട്സ് ഓഫ് ഡിമോളിസേഷൻ ഓഫ് ഹിൽസ് ആൻഡ് റിക്ലമേഷൻ ഓഫ് പാഡി ഫീൽഡ്. അപ്പോൾ ഇത് 2 പിക്ചർ കൊടുത്തിട്ടുണ്ട്. അത് ഒബ്സർവ് ചെയ്തിട്ട് ഇപ്പോൾ കുന്ന് ഇടിച്ച് നിരത്തുമ്പോഴത്തേക്ക് അത് എങ്ങനെ നമ്മുടെ എക്കോസിസ്റ്റത്തെ ബാധിക്കും എന്നുള്ളത്, എങ്ങനെ ഹാംഫുൾ ആണെന്നുള്ളതിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്തോന്നാണ്? പാഡി ഫീൽഡ് നികത്തുമ്പോഴത്തേക്കുണ്ടാകുന്ന അതേപോണക്കുള്ള ഹാംഫുൾ എങ്ങനെ ദോഷകരമായി ബാധിക്കുന്നു എന്നുള്ളത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ എന്തോന്നാണ്? ഡിമോളിഷൻ ഓഫ് ഹിൽസ്. എന്തോന്നാണ്? ലാൻഡ്സ്ലൈഡ്, ഫ്ലഡിങ്, ലോസ് ഓഫ് ഫോറസ്റ്റ് ആൻഡ് അനിമൽസ്, ക്ലൈമറ്റ് ചേഞ്ച്, സോയിൽ എറോഷൻ, വാട്ടർ പ്രോബ്ലംസ്, എർത്ത് റിസ്ക്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടാകാം. ഇതൊക്കെ ഉണ്ടാകുന്നത് മണ്ണിടിച്ചിലുണ്ടാകാം, വെള്ളപ്പൊക്കം ഉണ്ടാകാം, ഫോറസ്റ്റ് അല്ല അനിമൽസിന് ഫോറസ്റ്റുകൾക്കൊക്കെ നാശം സംഭവിക്കാം, ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യാം, സോയിൽ എറോഷൻ ഉണ്ടാവാം, മണ്ണൊലിപ്പ് ഉണ്ടാകാം, വാട്ടർ പ്രോബ്ലംസ് ഉണ്ടാകാം, ഭൂകമ്പത്തിനൊക്കെ കാരണമായിട്ട് മാറും. ഇതുപോലെ കുന്നുകളും മലകളും ഒക്കെ ഇടിച്ച് നിരത്തുമ്പോഴത്തേക്ക്. ഓക്കെ, ഇനി നമുക്ക് പാഡി ഫീൽഡ് ആണ് നികത്തുന്നതെങ്കിൽ എന്താ സംഭവിക്കും? ലോസ് ഓഫ് ഫാമിംഗ് ലാൻഡ്, നമുക്ക് കൃഷി ചെയ്യാനുള്ള ഫാമിംഗ് ലാൻഡ് ഇല്ലാതെയാവും. അത് ഫ്ലഡിന് കാരണമാവാം, വാട്ടർ സ്റ്റോറേജ് കുറയാം, ക്ലൈമറ്റ് ബിക്കംസ് ഹോട്ടർ, ക്ലൈമറ്റ് ചൂടായി മാറാം, ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, അതിൽ ജീവിക്കുന്ന ഒരുപാട് ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടാൻ കാരണമാവും, സോയിൽ പൊല്യൂഷനും കാരണമായി മാറും. ഓക്കെ, ക്ലിയർ ആയ? പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായ? ഏതൊക്കെയാണ്?
വയലുകൾ ആദ്യം കുന്നുകളിടിച്ച് നിരത്തുകയാണെങ്കിൽ മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം, വനങ്ങൾ നശിക്കുന്നു, കാലാവസ്ഥ ചൂടായി മാറുന്നു, ജലക്ഷാമം ഉണ്ടാകുന്നു, ചുഴലിക്കാറ്റ്, ഭൂകമ്പമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി വയൽ നികത്തുകയാണെങ്കിൽ വെള്ളപ്പൊക്കം, കൃഷിയോഗ്യമായ ഭൂമി നഷ്ടപ്പെടുന്നു, ജലദൗർലഭ്യം ഉണ്ടാകുന്നു, ചൂട് വർദ്ധിക്കുന്നു, ജീവജാലങ്ങളുടെ ആവാസം നഷ്ടപ്പെടുന്നു, മണ്ണും വളവും എല്ലാം മലിനമായി മാറുന്നു. ഓക്കെ, അടുത്ത് നോക്കാം. അതിൽ സി, സെലക്ട് ഫ്രം ദ ഫോളോയിങ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ സ്ലോഗൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് എക്കോസിസ്റ്റം. ഇതിൽ 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. എക്കോസിസ്റ്റത്തിന് സൂട്ടബിൾ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് എഴുതാനാണ്. ഒന്ന്, സെലിബ്രേറ്റ് ദ ഡൈവേഴ്സിറ്റി, പ്രൊട്ടക്ട് ദ വൈൽഡ് ലൈഫ്, പ്രൊട്ടക്ട് ദ എക്കോസിസ്റ്റം, സസ്റ്റെയിൻ ലൈഫ് ഓൺ എർത്ത്. ആൻഡ് എക്കോസിസ്റ്റം ഈസ് എ കോമ്പിനേഷൻ ഓഫ് ലിവിങ് ആൻഡ് നോൺ ലിവിങ് കമ്പോണൻസ്. ദെയർ ആർ നാച്ചുറൽ ആൻഡ് മാൻ മെയ്ഡ് എക്കോസിസ്റ്റം. ഇതൊക്കെ കാര്യങ്ങളെല്ലാം ശരിയാണ്. പക്ഷേ ഈ എക്കോസിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടെ വ്യക്തമായിട്ട് വരുന്നത് ഏതാണ്? രണ്ടാമത്തതാണ്. പ്രൊട്ടക്ട് ദ എക്കോസിസ്റ്റം, സസ്റ്റെയിൻ ലൈഫ് ഓൺ എർത്ത്. എന്തൊക്കെയാണ്? ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ അനുയോജ്യമായത് ഏതാണ്? ആദ്യത്തത് വൈവിധ്യം ആഘോഷിക്കൂ, വന്യജീവികളെ സംരക്ഷിക്കൂ. രണ്ടാമത് വനങ്ങളെ സംരക്ഷിക്കൂ, ജീവൻ നിലനിർത്തൂ. ആവാസ വ്യവസ്ഥ വിവിധ ജീവിയ അജീവിയ ഘടകങ്ങളുടെ സംയോജനമാണ്. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ ആവാസ വ്യവസ്ഥകൾ ഉണ്ട്. ഇതിലേതാണ്? വനങ്ങളെ സംരക്ഷിക്കൂ, ജീവൻ നിലനിർത്തൂ. അതാണ് കുറച്ചുകൂടെ ശരിയായിട്ടുള്ള കാര്യം. അതിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? വനങ്ങളെ സംരക്ഷിക്കൂ, ജീവൻ നിലനിർത്തൂ. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത ആക്ടിവിറ്റി 2, പ്രൊട്ടക്ഷൻ ഓഫ് എർത്ത് അവർ റെസ്പോൺസിബിലിറ്റി. കംപ്ലീറ്റ് ദ ടേബിൾ ബേസ്ഡ് ഓൺ സോയിൽ പൊല്യൂഷൻ. സോയിൽ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട് 3 കോളംസ് തന്നിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ 1 മാത്രം തന്നിട്ടുണ്ട്, ബാക്കി നമ്മളടുത്ത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. റീസൺസ് ഫോർ സോയിൽ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷന് കാരണം എന്താണെന്ന്, ഓർഗാനിസം അഫക്റ്റഡ് ബൈ സോയിൽ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ വഴി അഫക്റ്റ് ചെയ്യുന്ന ഓർഗാനിസം ഏതൊക്കെയാണെന്ന്, കോൺസിക്വൻസ് ഓഫ് സോയിൽ പൊല്യൂഷൻ ഓൺ എക്കോസിസ്റ്റം, എക്കോസിസ്റ്റത്തെ അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് എഴുതാനുള്ളത്. നോക്കാം. ആദ്യത്തേത് എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സിന്റെ എക്സസീവ് യൂസ്. രണ്ടാമത്തെ നമുക്ക് എന്താന്ന് പറയാം? എക്സസീവ് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. അടുത്ത് അൺസയന്റിഫിക് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്, പില്ലേജ് കെമിക്കൽ സബ്സ്റ്റൻസസ്. അതിൽ ബാധിക്കുന്ന ഏതൊക്കെ ഓർഗാനിസമാണ്? എർത്ത് വോം, പ്ലാന്റ്സ്, ഇൻസെക്ട്സ്, മൈക്രോ ഓർഗാനിസംസ്. അതെങ്ങനെയൊക്കെയാണ്? എക്സ്റ്റെൻഷൻ ഓഫ് വേരിയസ് ഓർഗാനിസം, നാച്ചുറൽ സ്ട്രക്ചറിനെ ബാധിക്കും, ഫെർട്ടിലിറ്റി ഓഫ് സോയിലിന്റെ ഫെർട്ടിലിറ്റി, ഹാർംഫുൾ ടു യൂസ്ഫുൾ ക്രീച്ചേഴ്സ് ലൈക്ക് എർത്ത് വാംസ് പോലെയുള്ളവയെ ബാധിക്കുക. ഓക്കെ, എന്തൊക്കെ പറയാം? അമിതമായ കീടനാശിനി ഉപയോഗം, അമിതമായ രാസവള പ്രയോഗം, അശാസ്ത്രീയമായ കൃഷിരീതികൾ, മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതൊക്കെ മണ്ണ് മലിനമാകാൻ കാരണമായി മാറുന്നു. മണ്ണ് മലിനീകരണം ബാധിക്കുന്ന ജീവികൾ ഏതൊക്കെ? മണ്ണിര, സസ്യങ്ങൾ, കീടങ്ങൾ, സൂക്ഷ്മജീവികൾ. ആവാസ വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? വിവിധ ജീവികൾ ഇല്ലാതാകുന്നു, മണ്ണിന്റെ സ്വാഭാവിക ഘടനയെയും ഫലപുഷ്ടിയെയും നശിപ്പിക്കുന്നു, മണ്ണിര പോലുള്ള ജീവികൾക്ക് ദോഷകരമായി ബാധിക്കുന്നു. ഓക്കെ, അതിലിനി വരുന്ന ബി ക്വസ്റ്റ്യൻ നോക്ക്. എക്സാമിൻ ദ ഫോളോയിങ് ഫീച്ചേഴ്സ് ആൻഡ് റൈറ്റ് വാട്ട് ടൈപ്പ് ഓഫ് പൊല്യൂഷൻ ഈസ് ഇൻഡിക്കേറ്റഡ്. താഴെ പറഞ്ഞിരിക്കുന്ന ചിത്രങ്ങൾ പരിശോധിച്ച് അവ ഏത് മലിനീകരണവുമായി ബന്ധപ്പെട്ട് എന്ന് എഴുതാനുള്ളതാണ്. ആദ്യത്തെ നമുക്ക് കാണുമ്പോഴത്തേക്ക് അറിയാം എന്തോന്നാണ്? ഫാക്ടറികളിൽ നിന്നുള്ള പുക അന്തരീക്ഷത്തിലോട്ട് പോകുന്നു. അപ്പോൾ അതെന്തോന്ന് മലിനീകരണത്തിന് കാരണമാകുന്നു? എയർ പൊല്യൂഷൻ, വായു മലിനീകരണത്തിന് കാരണമാകുന്നു. അത് കണക്ക് ഫാക്ടറിയിൽ നിന്നുള്ള മലിനജലം പുഴകളിലേക്ക് ഒഴുക്കി വിടുന്നു. അതെന്തോന്നിന് കാരണമാകുന്നു? വാട്ടർ പൊല്യൂഷന് കാരണമാകുന്നു, ജലമലിനീകരണത്തിന് കാരണമായി മാറുന്നു. ഓക്കെ, അപ്പോൾ ആക്ടിവിറ്റി 2 കഴിഞ്ഞു. അടുത്ത ആക്ടിവിറ്റി 3, ഇൻഡിപെൻഡന്റ് ഇന്ത്യ, സ്വതന്ത്ര ഭാരത ഭൂമി. നോക്ക്, ഒരു പാസേജ് തന്നിട്ട് അത് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം, നമുക്ക് ആദ്യം പാസേജ് വായിച്ചു നോക്കാം. ഫോറിനേഴ്സ് ഫസ്റ്റ് കെയിം ടു ഇന്ത്യ ടു ബൈ സ്പൈസസ് ലൈക്ക് കാർഡമം ആൻഡ് പെപ്പർ ആൻഡ് ടെക്സ്റ്റൈൽസ് ലൈക്ക് സിൽക്ക് ആൻഡ് കോട്ടൺ. അപ്പോൾ ഏലം, കുരുമുളക് തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളും പട്ട്, പരുത്തി തുടങ്ങിയ തുണിത്തരങ്ങളും വാങ്ങുന്നതിനായിട്ടാണ് വിദേശികൾ ആദ്യമായി ഇന്ത്യയിൽ എത്തിയത്. ഗ്രാജുവലി ദേ സ്റ്റാർട്ടഡ് industries and receiving privileges from the local rulers. Various regions of India were ruled by local rulers. They fought with each other
and it made embarks easier for the British. Gradually, agriculture, trade, and the kings came under the control of the foreigners, using improved weapons like cannons and guns and welfare uh, tactics. They suddenly they subdued the natives and the local rulers. Over time, the British gained control over all parts of India. For the next 200 years, India was ruled their control. എന്തോന്നാണ് ഏലം, കുരുമുളക് തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളും പട്ട്, പരുത്തി തുടങ്ങിയ തുണിത്തരങ്ങളും വാങ്ങുന്നതിനായിട്ടാണ് വിദേശികൾ ആദ്യമായി ഇന്ത്യയിൽ എത്തിയത്. പതിയെ പതിയെ അവർ നാട്ടുരാജാക്കന്മാരിൽ നിന്ന് പ്രത്യേക ആനുകൂല്യങ്ങൾ നേടിയെടുത്ത് വ്യവസായശാലകൾ ആരംഭിച്ചു. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങൾ ഭരിച്ചിരുന്നത് നാട്ടുരാജാക്കന്മാരായിരുന്നു. അവർ പരസ്പരം പോരടിച്ചു നിന്നത് ബ്രിട്ടീഷുകാർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി. ക്രമേണ കൃഷിയും കച്ചവടവും രാജാക്കന്മാരും അവരുടെ നിയന്ത്രണത്തിലായി. പീരങ്കി, തോക്ക് തുടങ്ങിയ മെച്ചപ്പെട്ട ആയുധങ്ങളും യുദ്ധതന്ത്രങ്ങളും ഉപയോഗിച്ച് നാട്ടുരാജാക്കന്മാരെയും വരുതിയിലാക്കി. കാലങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ മുഴുവൻ പ്രദേശങ്ങളിലും ബ്രിട്ടീഷ് ആധിപത്യം നേടി. പിന്നീടുള്ള 200ഓളം വർഷം ഇന്ത്യ ബ്രിട്ടീഷ് അധീനതയിലായിരുന്നു. മുകളിൽ കൊടുത്തിരിക്കുന്ന കുറിപ്പ് വായിച്ചിട്ട് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ, വാട്ട് വാസ് ദ മെയിൻ എയിം ഓഫ് ഫോറിനേഴ്സ് റീച്ചിങ് ഇന്ത്യ? വിദേശികൾ ഇന്ത്യയിൽ എത്തിയതിന്റെ പ്രധാന ഉദ്ദേശം എന്തായിരുന്നു? ടു ബൈ സ്പൈസസ് ആൻഡ് ടെക്സ്റ്റൈൽസ്, സുഗന്ധദ്രവ്യങ്ങളും തുണിത്തരങ്ങളും വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ? എന്തൊക്കെ? യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നാട്ടുരാജാക്കന്മാരുമായി ചേർന്ന് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ എവിടെയുള്ള സുഗന്ധദ്രവ്യങ്ങളും തുണിത്തരങ്ങളും എല്ലാം കടത്തിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത്. വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാനും അല്ല. അപ്പം സി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത, ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് ഇന്ത്യ നാട്ടുരാജ്യങ്ങളായി ഭിന്നിച്ച് കഴിയുകയായിരുന്നു. ശരിയാണോ തെറ്റാണോ? ഈസ് ദ സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ഓർ റോങ്? അപ്പോൾ ശരിയാണ്. ഇവിടുത്തെ രാജാക്കന്മാരെല്ലാം അടിവെച്ച് കഴിഞ്ഞ സമയത്തായിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യയിലോട്ട് വന്നിരുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ റൈറ്റ്, ശരി. അടുത്ത നോക്ക്, വൈ വാസ് ഇറ്റ് സോ ഈസി ഫോർ ബ്രിട്ടീഷ് ടു ബ്രിങ് ഇന്ത്യ അണ്ടർ ദെയർ കൺട്രോൾ? ബ്രിട്ടീഷുകാർക്ക് എളുപ്പത്തിൽ ഇന്ത്യയെ അവരുടെ നിയന്ത്രണത്തിലാക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ട്? ഇത് സെയിം ഇത് പാരഗ്രാഫിൽ തന്നെ ഉണ്ട്. യൂസിങ് ഇംപ്രൂവ്ഡ് വെപ്പൺസ് ലൈക്ക് കനോൺസ് ആൻഡ് ഗൺസ് ആൻഡ് warfare tactics, they subdued the natives and the local rulers. ഇതൊന്നാണ് പീരങ്കി, തോക്ക് തുടങ്ങിയ മെച്ചപ്പെട്ട ആയുധങ്ങളും യുദ്ധതന്ത്രങ്ങളും ഉപയോഗിച്ച് നാട്ടുകാരെയും നാട്ടുരാജാക്കന്മാരെയും വരുതിയിലാക്കി. ആര്? ബ്രിട്ടീഷുകാർ. ഓക്കെ, അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അത് ആ പാരഗ്രാഫിൽ തന്നെ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ ഹൗ ലോങ് വാസ് ഇന്ത്യ അണ്ടർ ദ കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ്? ബ്രിട്ടീഷുകാർ ഇന്ത്യയെ അവരുടെ അധീനതയിൽ നിലനിർത്തിയത് ഏകദേശം എത്ര കാലമാണ്? ആ പാരഗ്രാഫിൽ പറയുന്നുണ്ട് 200 ഇയേഴ്സ്. 200 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ എത്ര നൂറ്റാണ്ടാണ്? 2 നൂറ്റാണ്ട്. 2 സെഞ്ചുറീസ് ആണ് വരുന്നത്. 2 സെഞ്ചുറീസ്. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി 4, ഇൻഡിപെൻഡൻസ് ത്രൂ സ്ട്രഗിൾസ്, സ്വാതന്ത്ര്യം സമരങ്ങളിലൂടെ. നോക്കൂ, ദ സാൾട്ട് സത്യാഗ്രഹ ആൻഡ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആർ ദ ഗ്രേറ്റസ്റ്റ് സ്ട്രഗിൾ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യസ് ഫ്രീഡം സ്ട്രഗിൾ. പ്രിപ്പയർ എ നോട്ട് ഓൺ ദീസ് 2 ഫ്രീഡം സ്ട്രഗിൾസ്. അത് നമ്മുടെ ടെസ്റ്റിൽ തന്നെ ഉണ്ട്. ഉപ്പ് സത്യാഗ്രഹവും ക്വിറ്റ് ഇന്ത്യ സമരവും വെച്ച് 2 എണ്ണത്തിനെ കുറിച്ച് എഴുതാനായിട്ടാണ്. നിങ്ങൾ ആ ടെസ്റ്റിലുള്ളത് തന്നെ അങ്ങ് എഴുതിയാൽ മതി. എന്താ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ സാൾട്ട് സത്യാഗ്രഹ എന്തോന്നാണ്? സാൾട്ട് സത്യാഗ്രഹയിൽ വരുന്നത്, ദ ബ്രിട്ടീഷ് റൂളേഴ്സ് ഡിക്ലെയർഡ് ദാറ്റ് ഇന്ത്യസ് മസ്റ്റ് പേ എ ടാക്സ് ഫോർ extracting salt. Those who made salt without paying the tax were imprisoned. Gandhiji organized the people against this. Gandhiji started the march 12th March 1913 with the Sabarmati Ashramam to Dandi beach. The march reached Dandi to April 5, taking a handful of salt from the sea. Gandhiji said, even if these hands holding salt are crushed, they will not give up the salt. The breaking of the salt law was organized Payanur under the leader of K. Kalapan. The major centers of the salt satyagraha Kerala, Kozhikode and Payanur in Kannur. അപ്പോൾ
ബ്രിട്ടീഷുകാർ ഉപ്പിന് മേടിച്ചേൽപ്പിച്ചിരുന്ന നികുതി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഗാന്ധിജിയും കൂട്ടാളികളും കൂടെ ദണ്ഡി കടപ്പുറത്തേക്ക് ഒരു മാർച്ച് നടത്തുകയും അവിടെ നിന്ന് ഒരു പിടി ഉപ്പ് വാരി എടുക്കുകയും അപ്പോൾ എന്ന് വെച്ചാൽ ഉപ്പിന് നികുതി കൊടുത്തില്ലെങ്കിൽ അവരെ ജയിലിലാക്കുമെന്ന് പറയുകയും ചെയ്ത അവസ്ഥയിൽ അത് ബ്രേക്ക് ചെയ്തു ആര്? ഗാന്ധിജി. അതാണ് സാൾട്ട് സത്യാഗ്രഹ എന്ന് പറയുന്നത്. കേളപ്പന്റെ നേതൃത്വത്തിലായിരുന്നു സാൾട്ട് സത്യാഗ്രഹ നടന്നത്. അത് പയ്യന്നൂരിലായിരുന്നു. അപ്പോൾ അതാണ് സാൾട്ട് സത്യാഗ്രഹ. ഇനി ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് വാസ് എ റിമാർക്കബിൾ മാസ് മൂവ്മെന്റ് അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഗവൺമെന്റ്. ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെയുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു. ദ മൂവ്മെന്റ് വാസ് ലോഞ്ച്ഡ് ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി സെഷൻസ് ഹെൽഡ് അറ്റ് ബോംബെ 8 ഓഗസ്റ്റ് 1942. ആഗസ്റ്റ് 8-ാം തീയതി ആയിരുന്നു ഇങ്ങനെ ഒരു മൂവ്മെന്റ് കോൺഗ്രസ് കമ്മിറ്റി സെഷൻ തീരുമാനിച്ചത്. ദ സെഷൻ ഡിമാൻഡഡ് ദ ബ്രിട്ടീഷ് to hand over the administrative power of the Indians and to quit India. എന്തോന്നായിരുന്നു അതിൽ? ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോവുക, എല്ലാ പവേഴ്സും ഇന്ത്യക്കാർക്ക് കൊടുത്തിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോവുക എന്നായിരുന്നു ഇന്ത്യ മൂവ്മെന്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ക്വിറ്റ് ഇന്ത്യ, ഇന്ത്യ വിട്ടു പോവുക. ആര്? ബ്രിട്ടീഷുകാരുടെ അടുത്ത്. ആരൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ലീഡേഴ്സ്? മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, മൗലാന അബ്ദുൽ കലാം ആസാദ്, സർദാർ വല്ലഭായ് പട്ടേൽ ആൻഡ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് were the മെയിൻ ലീഡേഴ്സ് ആയിരുന്നു. ഗാന്ധിജി കാൾഡ് എവരിവൺ ടു ഡു ഓർ ഡൈ എന്നുള്ള കാര്യം ഗാന്ധിജി എല്ലാവരുടെ അടുത്തും പറയുകയുണ്ടായി. തൗസൻഡ്സ് ഓഫ് പീപ്പിൾ പാർട്ടിസിപ്പേറ്റഡ് ദ മൂവ്മെന്റ്. ഏകദേശം 1000-ഓളം ആൾക്കാർ ഈ മൂവ്മെന്റിൽ പങ്കെടുക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് ഇതിലെ ടെസ്റ്റ് തന്നെ ഉണ്ട്, അത് തന്നെ അങ്ങ് എഴുതിയാൽ മതി. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റും സാൾട്ട് സത്യാഗ്രഹം, അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണേ. അടുത്ത അതിൽ വരുന്ന ബി ക്വസ്റ്റ്യൻ, വിച്ച് ഫ്രീഡം ഫൈറ്റർ നോൺ ആസ് ദ ഫ്രോണ്ടിയർ ഗാന്ധി? ഫ്രോണ്ടിയർ ഗാന്ധി എന്ന് സ്വാതന്ത്ര്യ സമര അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ. ഖാൻ അബ്ദുൽ ഖാഫർ ഖാനാണ് ഫ്രോണ്ടിയർ ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത് നോക്കുക, ഒരു മാപ്പ് തന്നിട്ട് അത് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ മാപ്പിൽ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, വിച്ച് ആർ ദ 2 സ്റ്റേറ്റ് ദാറ്റ് ഷെയർ ബോർഡേഴ്സ് വിത്ത് 5 സ്റ്റേറ്റ്സ്? 5 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന 2 സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയാണ്? ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്. ഏതൊക്കെ? ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്. വിച്ച് ഈസ് ദ ബിഗസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ബിഗസ്റ്റ് സ്റ്റേറ്റ് ഏതാണ്? രാജസ്ഥാൻ. ഏതാണ്? രാജസ്ഥാൻ. അടുത്ത് നോക്ക്, വിച്ച് സീ ഈസ് ഫൗണ്ട് ഓൺ ദ വെസ്റ്റ് ഓഫ് കേരള? കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന കടൽ ഏതാണ്? അറേബ്യൻ സീ. അറബിക്കടലാണ് കാണുന്നത് പടിഞ്ഞാറ് ഭാഗത്ത്. അറേബ്യൻ സീ, അറബിക്കടൽ. ഫൈൻഡ് ഔട്ട് അനദർ സ്റ്റേറ്റ് ദാറ്റ് other than West Bengal and Andhra Pradesh that shared border with the Bay of Bengal. ബംഗാൾ ഉൾക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ പശ്ചിമ ബംഗാൾ, ആന്ധ്രാപ്രദേശ് എന്നിവയെ കൂടാതെ മറ്റൊരു സംസ്ഥാനം കൂടി കണ്ടെത്തി എഴുതാനാണ്. ഏതാണ്? ഏതൊക്കെ? ഒഡീഷ, തമിഴ്നാട്. ഒഡീഷയും തമിഴ്നാടും. ഓക്കെ, അടുത്തെന്തോന്നാണ്? അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ സ്റ്റേറ്റ്സ് ദാറ്റ് ഷെയർ ബോർഡർ വിത്ത് കേരള? കേരളത്തിന്റെ ബോർഡറുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഏതൊക്കെയാണ്? അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെ? കർണാടക, തമിഴ്നാട്. ഏതൊക്കെ? കർണാടക, തമിഴ്നാട്. ഓക്കെ, അത്രയാണ് അതിൽ വരുന്നത്. മാപ്പ് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. അടുത്ത് നമുക്ക് ഞാൻ പറഞ്ഞായിരുന്നു 5-ാമത്തെ പ്രവർത്തനത്തിൽ 2 ഓപ്ഷൻ ഉണ്ട്, അതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയാൽ മതി. ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ സബ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എഴുതിയാൽ മതി. 1-ാമത്തതിലും അതുപോലെ തന്നെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി, അതിൻ്റെ സബ് ക്വസ്റ്റ്യൻസും എഴുതിയാൽ മതി. ഇതിപ്പം 5-ാമത്തെ ക്വസ്റ്റ്യനിൽ 2-ാമത്തെ ആക്ടിവിറ്റിയാണ്, അതിലേതെങ്കിലും ഒന്നാണ്. ഒന്ന് മാപ്പ്, അടുത്തത്. ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അതിലാദ്യത്തത്, Reena gives information based on her observation to various species birds regularly seen around her house. Examine each and match the information to the appropriate bird. ഏതൊക്കെയാണ്? Flies high, has pointed claws and sharp beak, chase and catches the prey. ആരാണ്? Eagle. Has black color, travels in groups, cleans in the surroundings. അതാരാണ്?
സറൗണ്ടിങ്സ് ഒക്കെ ക്ലീൻ ചെയ്യുന്നത് ക്രോ. രണ്ടാമത്തത് ക്രോ. അടുത്ത് ഹാസ് സ്മാൾ ബോഡി, ലോങ് നെക്ക്, ബീക്ക്, ഫ്ലൈസ് ഫാസ്റ്റ്, ഹണ്ട് പ്രേ വിത്ത് പോൺസ് ആൻഡ് റിവേഴ്സ്. പോൺസിലും റിവേഴ്സിൽ നിന്നൊക്കെ ഫിഷ് പിടിക്കുന്ന കിങ് ഫിഷ്. മൂന്നാമത്തത് കിങ് ഫിഷ്. നാലാമത്തെ ഈസ് ഓഫ് മീഡിയം സൈസ് ആൻഡ് ക്യാപ് ലൈക്ക് എ പാർട്ട് ഓൺ ദ ഹെഡ് ഓഫ് സ്ട്രോങ് പോയിന്റഡ് ക്ലോസ്. തലയിൽ ഒരു തൊപ്പി പോലെയൊക്കെ കാണുന്നത് ആരാണ്? വുഡ് പെക്കർ. ഓക്കെ, അത് നാലാമത്തത്. അടുത്ത് നോക്കാം, മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. റീന തൻ്റെ വീടിൻ്റെ പരിസരത്ത് സ്ഥിരമായി കാണപ്പെടുന്ന വിവിധതരം പക്ഷികളെ നിരീക്ഷിച്ച് കണ്ടെത്തിയ വിവരങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഓരോന്നും പരിശോധിച്ച് അനുയോജ്യമായ പക്ഷികളുടെ നേരെ വരച്ച് ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ ഉയരത്തിൽ പറക്കുന്നു, കൂർത്ത നഖങ്ങൾ, മൂർച്ചയുള്ള ചുണ്ടുകൾ, ഇരയെ റാഞ്ചി പിടിക്കുന്നു. ആരാണ്? പരുന്ത്. കറുത്ത നിറം, കൂട്ടമായി സഞ്ചരിക്കുന്നു, പരിസരം വൃത്തിയാക്കുന്നു. ആരാണ്? കാക്ക. അടുത്ത് ചെറിയ ശരീരം, നീണ്ട ചുണ്ടുകൾ, വേഗത്തിൽ പറക്കുന്നു, പുഴയിൽ നിന്നും കുളത്തിൽ നിന്നും മത്സ്യങ്ങളെ പിടിക്കുന്നു. ആരാണ്? പൊന്മാൻ. ഇടത്തരം വലിപ്പം, തലയിൽ തൊപ്പി പോലുള്ള ഭാഗം, ശക്തിയുള്ള കൂർത്ത നഖങ്ങൾ. ആരാണ്? മരംകൊത്തി. അടുത്ത് നോക്കാം, അതിൽ വരുന്ന 2 ക്വസ്റ്റ്യൻസ്. വിച്ച് ഈസ് ദ ബേർഡ് ദാറ്റ് ഹൺസ് പ്രേ ഇൻ പ്ലേസസ് വെയർ ദെയർ ഇൻ ഈസ് വാട്ടർ? ജലത്തിന്റെ സാന്നിധ്യം ഉള്ളിടത്ത് നിന്ന് ഇര തേടി പക്ഷി ഏതാണ്? കൊക്ക്, ക്രെയിൻ ആണ്. ആൻസർ സി. അടുത്ത് അതിൽ വരുന്ന സി ക്വസ്റ്റ്യൻ, ചൂസ് ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന തെറ്റായ പ്രസ്താവന ഏതാണെന്ന് എഴുതാനാണ്. ആദ്യത്തെ, ആൾ ബേർഡ്സ് ഹാവ് സെയിം ദ ബോഡി സ്ട്രക്ചർ. എല്ലാ പക്ഷികളുടെയും ശരീരഘടന ഒരുപോലെയാണ്. There is a connection between the body structure of birds and its preying mechanism. എന്താണ്? ആഹാര സമ്പാദന രീതിയിൽ പക്ഷികളുടെ ശരീരഘടനയുമായി ബന്ധം ഉണ്ട്. സം ബേർഡ്സ് ഹാവ് ലോങ് പോയിന്റഡ് ബീക്ക് ആൻഡ് ലോങ് ലെഗ്. ചില പക്ഷികൾക്ക് നീണ്ടു കൂർത്ത ചുണ്ടുകളും നീണ്ട കാലുകളുമുണ്ട്. പിന്നെന്തോന്നാണ്? ബേർഡ്സ് ഫൗണ്ട് ഇൻ വാട്ടറി പ്ലേസസ് ഹാവ് ഓയിലി ഫെതേഴ്സ്. ജലമുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന പക്ഷികൾക്ക് എണ്ണമയമുള്ള തൂവലുകൾ ഉണ്ടായിരിക്കും. ആദ്യത്തെ ഒഴിച്ച് ബാക്കി 3 ശരിയാണ്. ആദ്യത്തെ എന്തോന്നാണ്? ആൾ ബേർഡ്സ് ഹാവ് സെയിം ദ ബോഡി സ്ട്രക്ചർ. എല്ലാ ബേർഡ്സിനും ഒരേ ബോഡി സ്ട്രക്ചർ അല്ല. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.